ഹലോ, എളുപ്പത്തിലുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. എന്നാലും നമുക്ക് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ചീനിച്ചട്ടി വെക്കുന്നുണ്ട്. ചീനിച്ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ തിളച്ച് വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി അടിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കുനുകുനാന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉണ്ടമുളക് ഒരെണ്ണം നടുക്കൊന്ന് കീറിയത് അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കരിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 4 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. 4 ടീസ്പൂൺ നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഇടാം കേട്ടോ. 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ഞൾപ്പൊടി അല്ല കേട്ടോ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. കുറച്ച് കായം പൊടിച്ചത് ഇടുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ശകലം മതി. എന്നിട്ട് അത് മൂപ്പിച്ച് കൊടുക്കണം. അടിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി പുളി കഴുകിയ വെള്ളവും കൂടെ ശകലിച്ച് ഇളക്കി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് അപ്പുറത്ത് വെച്ചേക്കുന്ന ചീനിച്ചട്ടി അല്ല, മറ്റേ മൺചട്ടി ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് കരിവേപ്പില അടിഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഡെക്കറേറ്റ് കിടന്നോട്ടെ. എന്നിട്ട് നമ്മുടെ അരപ്പ് വെച്ചേക്കുന്ന മുളക് എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയിരിക്കണം. അടിക്ക് പറ്റാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അടിക്ക് പറ്റാതിരിക്കാൻ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിനാവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മുമ്പേ എടുത്ത് വെച്ചിരുന്ന തോട്ടുപുളി ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അത് അടച്ച് വെക്കണം. അപ്പുറത്തെ ചട്ടി കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചതിന് ശേഷം കരിവേപ്പിലയും ഇട്ടിട്ട് മീൻ ഓരോന്നിട്ട് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് മീൻ വേകുമ്പോൾ അടിക്ക് പറ്റാതിരിക്കാൻ നോക്കണം. കാരണം ഗ്യാസ് ഞാൻ ഇച്ചിരി കൂട്ടിയാണ് വെച്ചേക്കണത്. അത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വെന്തോന്നറിയാൻ. എനിക്ക് വെന്തില്ലായിരുന്നു. എന്നിട്ട് വീണ്ടും വെച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മീൻകറി അപ്പം തിളച്ചത് ബബിൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ അതിലിട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട്. മീൻ കഴുകി കഴിഞ്ഞപ്പോൾ ഇളകാറായിരിക്കുകയാണ്. അതുകൊണ്ട് ചെറുതായിട്ടാണ് ഇളക്കുന്നത്. അപ്പം മീനൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി അങ്ങനെ നമ്മുടെ മീൻകറി തിളച്ച് കുട്ടപ്പനായിട്ടുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.